ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ജേർണൽ സപ്ലൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാഷി ടേപ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാഷി ടേപ്പ് ഉണ്ടാക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു A4 സൈസ് പേപ്പർ എടുത്ത് അതിൽ കുറേ ലൈൻസ് വരച്ച് അതിൻ്റെ ഇടയിൽ നമ്മൾ പടം വരച്ച് കട്ട് ചെയ്തെടുക്കുന്നതിന് എളുപ്പമാണ്. നമ്മൾ ഇതേപോലെ ഒരു സിംഗിൾ ലൈൻ ബുക്കിൽ ആ ലൈനുകളുടെ ഇടയിൽ കൂടി വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? വിമാനമല്ലേ? ഈ ബുദ്ധിയൊക്കെ ഞാൻ വേണ്ടി വന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഐഡിയ അറിയാമായിരുന്നു വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഓർത്ത് എൻ്റെ മാത്രം ബുദ്ധിയാണെന്ന്. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സെയിം വാഷി ടേപ്സ് ഇതേപോലെ ഒട്ടിച്ചെടുക്കും. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത്രയും കമ്പൊന്നുണ്ടണ്ട, ഞാൻ ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി. എന്നിട്ട് നമ്മൾക്ക് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ട് നമുക്കൊരു റോളിൽ ചുറ്റി കൊടുക്കാം. നമ്മുടെ റോളില്ലെങ്കിൽ നമ്മൾക്ക് പേപ്പർ വെച്ച് റോൾ ഉണ്ടാക്കി എടുക്കാം. എൻ്റെ കയ്യിലൊരു റോൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലാണ് ഞാൻ ചുറ്റിയെടുത്തത്. ഈ ഒരു റോളായിട്ടാണ് ഞാൻ ചുറ്റിയെടുത്തത്. ചുറ്റിയെടുക്കാനൊക്കെ കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. ഇതൊക്കെ കുറച്ച് സമയം പോണ പരിപാടിയാണ്. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഓരോന്നായിട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ലേ നമ്മൾ ഒറ്റയടിക്കിരുന്ന് ഉണ്ടാക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ കുറേ സമയം പോണാലും നമുക്ക് തോന്നും. പിന്നെ ഇതേപോലെ ഒരു നീളത്തിലൊരു പേപ്പർ എടുത്തിട്ട് ഇതും ഗമ്മിട്ടിട്ട് അടി കൂടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഈ വാഷി ടേപ്സൊക്കെ തുറന്നു പോകാതിരിക്കാനും പിന്നെ അതിങ്ങനെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കാനും അങ്ങനെയൊക്കെ ഇട്ടൊക്കെ നല്ലതൊരു സാധനമാണ്. അപ്പോൾ ഇതേപോലെ ബാക്കി പേപ്പറെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഏത് വാഷി ടേപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുക. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു വാഷി ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റിക്കർ ടീച്ചറൊക്കെ ഒട്ടിച്ചത്. അപ്പോൾ ആ ഒരു വാഷി ടേപ്പ് മാത്രം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു ഭംഗിയില്ലാത്ത പോലെ ഇരിക്കണ ഈ ഒരു വാഷി ടേപ്പ് ഉണ്ട്. ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിബണാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വരച്ച് നമ്മൾ വേറെ എന്തൊക്കെയോ ഒരു ഭംഗിയില്ലാത്ത പോലെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാം. പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് സൈസൊന്നുമില്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കാം. എന്തായാലും നമ്മളത് കീറിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യണമെങ്കിൽ ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ എടുക്കാം, ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. പിൻട്രസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡിസൈൻസ് ഒക്കെ കിട്ടും. ഞാൻ സിമ്പിളായിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ഒക്കെയാണ് ചെയ്തത്. അപ്പോൾ ഏത് ഇഷ്ടപ്പെട്ടെന്ന് പറയുക. ഇനി നമ്മൾ കുറച്ച് പേപ്പർ സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം. അതുണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള സൈസിലൊക്കെ ഇഷ്ടമുള്ള പടങ്ങളൊക്കെ വരച്ചെടുക്കുക. പടങ്ങളൊക്കെ പിന്നെ നമ്മൾക്ക് പിൻട്രസ്റ്റ് നോക്കിയെടുക്കാമല്ലോ. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ കുറച്ചധികം പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് സിമ്പിളായിട്ടുള്ള കുറച്ച് പടങ്ങളാണ് ഉദ്ദേശിച്ചത്, പെട്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതിനേൽ നല്ല നല്ല പടങ്ങളൊക്കെ പിൻട്രസ്റ്റിൽ കിട്ടും. ഇതേപോലെ പടങ്ങളൊക്കെ വരച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇങ്ങനെ സൈഡിലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു സ്റ്റാമ്പിൻ്റെ പോലെയൊക്കെ ആകും. അത് 4 സൈഡ് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇതേപോലെ തന്നെ പേപ്പർ സ്റ്റാമ്പ്, പാറ്റേൺ പേപ്പർ, വാഷി ടേപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുന്നേ നമ്മൾ ചാനലിൽ വീഡിയോ ആയിട്ടല്ല ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരെ കണ്ടു നോക്കുക. ഇത്രയും സ്റ്റാമ്പ്സ് ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു സ്റ്റാർ ഉണ്ടാക്കി, പിന്നെ ഈ ബ്ലൂ കളറുള്ള സാധനം ഒരു ഗിഫ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു വാട്ടർ മിലൻ, പിന്നെ ഒരു പറക്കുന്ന ഹാർട്ട്, പിന്നെ ഒരു കപ്പ് കേക്ക്, പിന്നെ ഒരു ഹാർട്ട്. ഇത്രയും സ്റ്റാമ്പ്സാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ സ്റ്റാമ്പ്സ് ഉണ്ടാക്കി, പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കി, വാഷി ടേപ്സ് ഉണ്ടാക്കി. ഇനി ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ജേർണലിംഗ് ബുക്ക് വേണ്ടേ? അതാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പഴയ ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്കിൽ കുറേ എന്തൊക്കെയൊക്കെയോ പടങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അവസാനത്തെ പേജുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേജുകളായിരുന്നു. കാരണം അതിങ്ങനെ ഡോട്ടായിട്ടുള്ള ഈ കൊറിയക്കാരുടെ കയ്യിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ബുക്കില്ലേ, ആ ബുക്കിലെ ടൈപ്പ് പേജസ് ആയിരുന്നു ഗൈസ്. ഞാനത് പണ്ട് ഇതിൽ എന്തൊക്കെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഇതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പേജസൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു ലോഗോ പോലെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബുക്ക് ഉണ്ടാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കൊന്ന് പോളിട്ടത്, ബുക്ക് ഉണ്ടാക്കണ വീഡിയോ വേണോ ജേർണലിംഗ് സെറ്റ് വേണമെന്ന്. അപ്പോൾ എല്ലാവരും ജേർണലിംഗ് സെറ്റിന് വോട്ട് ചെയ്തുകൊണ്ടിട്ട് ഞാൻ ഓർത്ത് ഇന്നതൊരു ജേർണലിംഗ് ബുക്കാക്കി മാറ്റും. അപ്പം നമ്മൾക്ക് നമ്മുടെ ജേർണലിംഗ് ഒക്കെ ഈ ബുക്കിൽ ചെയ്യാമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഞാൻ ഇതേപോലെ ഒരു A4 സൈസ് പേപ്പറും കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു പേജും വേസ്റ്റ് ആവില്ലല്ലോ. കാരണം നമ്മൾ ഫസ്റ്റത്തെ A4 സൈസ് പേപ്പറാണല്ലോ ബുക്കായിട്ട് ഒട്ടിച്ച് വെക്കണം, അല്ല ബുക്ക് കവറായിട്ട് ഒട്ടിച്ച് വെക്കണത്. അപ്പം അതുകൊണ്ടിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഗമ്മൊക്കെ ഇട്ടിട്ട് നമ്മൾ ക്ലിപ്പൊക്കെ ഇട്ട് ഉണക്കാനിട്ടു. പിന്നെ 2 ബുക്ക് കവറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെയൊക്കെ കറക്റ്റ് ആ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കുക. ചാർട്ട് പേപ്പർ വെച്ച് കവർ ചെയ്യുക. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പം പോയി. ഇതിന് ശേഷമാണ് ഞാൻ കുറേ ടൈം എടുത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിൻ്റെ ഫ്രണ്ടിലൊരു ഡിസൈൻ വേണ്ടേ? ഈ ഡിസൈൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എന്തോരം പിൻട്രസ്റ്റൊക്കെ നോക്കിയെന്നറിയോ. എന്നിട്ടൊന്നും കിട്ടിയുമില്ല. ലാസ്റ്റ് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എന്തൊക്കെയോ ഡിസൈനൊക്കെ ചെയ്ത് കുളമാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ പേപ്പറിൽ ഗമ്മിട്ടിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്ത്. ഇതൊക്കെ ചെയ്യണ സമയത്ത് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കണേന്ന്, ദൈവമേ ഈ ബുക്ക് ചീത്താവല്ലേ എന്ന്. എന്നിട്ട് ഇതൊക്കെ ഒട്ടിച്ച് ബുക്കൊക്കെ അടച്ച് എല്ലാം സെറ്റായിട്ട് ഭയങ്കര ഓ വാവ് ഞാൻ ഇത്രയും ചെയ്തു അടിപൊളി എന്നൊക്കെ തുറന്നപ്പോൾ ദേ ഇരിക്കണ്.
ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ആദ്യം എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഈ പേപ്പറൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചത് കുറേ നാൾക്ക് മുന്നേയിട്ടാണ്. അപ്പോൾ ആ കട്ട് ചെയ്ത ടൈമിൽ തന്നെ ഞാൻ ഏതോ ഒരു സൈഡിൽ ഗമ്മിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഓർമ്മയില്ലാണ്ട് ഞാൻ വീണ്ടും ഇന്ന് ഗമ്മിട്ട് ഒട്ടിച്ച് ക്ലിപ്പിട്ടൊക്കെ വെച്ച്. അപ്പോൾ എന്തായി, രണ്ട് സൈഡിലും ഗമ്മായി. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുറക്കാൻ പറ്റാത്ത പോലെയാണ് അത് ഇരുന്നേച്ചത്. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് എല്ലാ പേജും ഇങ്ങനെ തുറന്നൊക്കെ എടുത്തപ്പോഴത്തേക്കും സൈഡൊക്കെ ഇങ്ങനെ കുറച്ച് കീറി പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഉള്ളിലത്തെ പേജസിൻ്റെയും ഭംഗിയൊക്കെ ഒരു പോയ പോലെ എനിക്ക് തോന്നി. എല്ലാ പേജും ഇങ്ങനെ കുറച്ച് കീറിയ പോലെയൊക്കെയാണ് ഇരുന്നേച്ചത്. പക്ഷേ നമ്മൾ വിട്ടുകൊടുത്തില്ല. നമ്മൾ ആ സൈഡിലൊക്കെ ഇങ്ങനെ വാഷി ടേപ്സ് ഒട്ടിച്ച് കൊടുത്തു. വാഷി ടേപ്സ് ഒട്ടിച്ച് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ തുറക്കുമ്പോൾ ഈ ബാക്ക് സൈഡിലെ വാഷി ടേപ്പും കാണാം, നമ്മൾ ബാക്ക് സൈഡിലെ പേജ് എടുക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് സൈഡിലെ വാഷി ടേപ്പും കാണാം. അപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ എനിക്ക് തോന്നി. പിന്നെ ആ പേജിന് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്തൊക്കെ കളഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ കുറച്ചെന്തോ കീറി പോയാലൊക്കെ ഇരുന്നേച്ചെന്ന്, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ്. ഇതാണ് ഞാൻ കുളമാക്കിയെന്ന് പറഞ്ഞ ഒരു ഡിസൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പറയുക. പിന്നെ ഇതേപോലെ ഞാനൊരു എൻവലോപ്പും കൂടി ഉണ്ടാക്കിയിട്ട് ഫ്രണ്ടിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എൻവലോപ്പ് എന്തിനാണ് ഒട്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റിക്കേഴ്സോ എന്തെങ്കിലും സംഭവം കിട്ടുമ്പോൾ നമ്മളത് എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെക്കുമല്ലേ, ജേർണലിങ്ങിൽ ചെയ്യാമെന്ന് ഓർത്തിട്ട്. പക്ഷെ നമ്മൾ പിന്നെ അത് മറന്നു പോകും. അപ്പം നമ്മൾ ഈ എൻവലോപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ചെയ്യണ സമയത്ത് അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കാമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ ബുദ്ധി വിമാനമല്ലേ? ഇങ്ങനെ എൻവലോപ്പ് ഉണ്ടാക്കിയിട്ട് ഫ്രണ്ടിൽ വെക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സൈഡിലായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ ജേർണലിങ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ എടുത്ത് ഒട്ടിക്കാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ജേർണലിങ് സെറ്റ്. വാഷി ടേപ്പ്, സ്റ്റാമ്പ്സ്, പിന്നെ പാറ്റേൺ പേപ്പേഴ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ.